വിശദമായി നോക്കാം. തിരുവനന്തപുരത്ത് ലൈംഗിക പീഡനം തടയാൻ പെൺകുട്ടി സ്വാമിയുടെ ജനനേന്ദ്രിയം കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമിയാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിക്ക് ഒത്താശ നൽകിയ പെൺകുട്ടിയുടെ അമ്മയെയും കസ്റ്റഡിയിലെടുത്തു. ഇരുവർക്കുമെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. വിവരങ്ങൾ ജിതിൻ നൽകും തിരുവനന്തപുരത്ത് നിന്നും. ജിതിൻ, ഈ കേസിലെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് എന്താണ്? മനു, സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസം പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെയും പോക്സോ പീഡന നിയമങ്ങൾ പ്രകാരം കേസെടുത്തു എന്നതാണ്. പെൺകുട്ടിയുടെ അമ്മ ഈ സ്വാമിക്ക് പീഡനത്തിനായി ഒത്താശ ചെയ്തു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 5 വർഷത്തോളമായി ഇയാൾ നിരന്തരം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അതിലേറെ കാലമായി ഈ വീട്ടുകാരുമായി ഈ സ്വാമിക്ക് പരിചയമുണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പെൺകുട്ടിയുടെ അച്ഛൻ തളർന്നു കിടക്കുകയാണ്. ഇയാളുടെ ചികിത്സയ്ക്കും മറ്റു പൂജാതി കർമ്മങ്ങളുടെയും പേരിലാണ് ഇയാൾ നിരന്തരം വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മയുമായും ഇയാൾക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പെൺകുട്ടിയെ അന്ന് മുതൽ തന്നെ ഇയാൾ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് വിവരം. ഒടുവിൽ പലതവണ എതിർത്തിട്ടും നിവൃത്തിയില്ലാത്തപ്പോഴായിരിക്കും പെൺകുട്ടി ഇത്തരത്തിൽ രൂക്ഷമായി പ്രതികരിച്ചതെന്നാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പെൺകുട്ടിയും അത്തരത്തിൽ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. പെൺകുട്ടി ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ പോലീസിനോട് ഈ സ്വാമി പ്രതികരിച്ചിരിക്കുന്നത് താൻ സ്വയമാണ് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തത് എന്നാണ്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സ്വാമി ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി പറയുകയാണ് എന്നതാണ് പോലീസിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. എന്തായാലും കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ്, 15 വർഷത്തോളമായി കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ് ഹരി എന്ന പേരുള്ള ഗണേശാനന്ദ തീർത്ഥപാദ എന്ന ഇയാൾ. 54 വയസ്സാണ് ഇയാൾക്കുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടി ഇന്നലെയും ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ പെൺകുട്ടിയുടെ കയ്യിൽ കത്തി കരുതിയിരുന്നു. തുടർന്ന് ഇയാളുടെ ഭാഗത്തു നിന്നും പീഡന ശ്രമം ഉണ്ടായപ്പോഴാണ് പെൺകുട്ടി ഇയാളുടെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയത്. പിന്നീട് നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ അല്പസമയം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ നമ്മോട് പറഞ്ഞത് ഈ കൃത്യം നടന്ന് രാത്രി 1 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് ഇക്കാര്യം അറിയിച്ചത് എന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന് നിരന്തരമായി ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതിരോധത്തിന്റെ അങ്ങേയറ്റത്തെ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സ്വാമി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജിക്കൽ വാർഡിലാണ് ഉള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് നിലവിൽ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇയാൾക്ക് പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള ശസ്ത്രക്രിയകൾ നടത്തി കഴിഞ്ഞു. ഇത്തരത്തിൽ ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസിന്റെ കനത്ത കാവലിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. പെൺകുട്ടിയുടെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമ്മയിൽ നിന്നും ഇനി മൊഴിയെടുക്കും. എന്തായാലും നിലവിൽ ഈ സ്വാമിക്കെതിരെയും പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെയും പോക്സോ നിയമപ്രകാരവും പീഡന നിയമപ്രകാരവും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. മനു, ജിതിൻ, അതായത് പോലീസ് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ പെൺകുട്ടിയുടെ അമ്മയുമായി ഈ സ്വാമിക്ക് നല്ലതല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ മറവിൽ ഈ മകളിലേക്ക് കൂടി ഇയാൾ ലൈംഗികമായുള്ള ഉപയോഗത്തിന് എത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായതെന്നും ഒപ്പം തന്നെ ഈ അമ്മയ്ക്ക് ഈ പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നാണോ? അതുതന്നെയാണ് അല്പം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ കൂടി നമ്മോട് വ്യക്തമാക്കിയത്. 5 വർഷത്തിലേറെയായി ഈ സ്വാമിക്ക് പെൺകുട്ടിയുടെ കുടുംബവുമായി പരിചയമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി +1 പഠിക്കുന്ന സമയം മുതൽ തന്നെ ഇയാൾ നിരന്തരം ഈ വീട്ടിൽ വന്നു വരാറുണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ പെൺകുട്ടിയുടെ അമ്മയുടെ ഒത്താശയോടുകൂടി തന്നെ ഈ പെൺകുട്ടിയെ അയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് നമുക്ക് പോലീസ് തന്നെ നമ്മോട് വ്യക്തമാക്കിയ വിവരം. അന്ന് ഈ പെൺകുട്ടി അത്തരത്തിൽ പ്രതികരിച്ചിരുന്നോ എന്നത് നമുക്ക് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭ്യമല്ല. എന്തായാലും ഈ പെൺകുട്ടിയുടെ അമ്മയുടെ കൂടി ഒത്താശയോടുകൂടിയാണ് സ്വാമിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നത് എന്നതിനാലായിരിക്കും ഇത് പുറത്തെത്താൻ വൈകിയത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടാകാതിരുന്നത് എന്നതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള പീഡനം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയും ഇയാളുടെ ഭാഗത്തു നിന്നും പീഡന ശ്രമം ഉണ്ടായപ്പോഴാണ് പെൺകുട്ടി പ്രതികരിച്ചത്. നേരത്തെ തന്നെ പെൺകുട്ടി ഇത്തരത്തിൽ ഇന്നും കഴിഞ്ഞ ദിവസവും അയാൾ വീട്ടിലെത്തുമെന്ന് അറിഞ്ഞിരുന്ന പെൺകുട്ടി തനിക്ക് നേരെ ഇത്തരത്തിൽ വീണ്ടും ലൈംഗിക അതിക്രമം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ കയ്യിൽ കത്തി കരുതിയിരുന്നു എന്നതാണ് പോലീസിന് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. തുടർന്നാണ് ഇയാൾ പീഡനത്തിന് ശ്രമിച്ചപ്പോൾ തന്നെ പെൺകുട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചത്. തുടർന്ന് ഇയാളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇയാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ആ സമയത്ത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രി
ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഡോക്ടർമാരോടും പിന്നീട് പോലീസിനോടും പറഞ്ഞത് താൻ സ്വയമാണ് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തത് എന്നതാണ്. അത് ഒരിക്കലും ഉണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് പോലീസും ആശുപത്രി അധികൃതരും ഉള്ളത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായാണ് സ്വാമി അത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് എന്ന നിഗമനമാണ് പോലീസിനുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങളും കൂടുതൽ സ്ഥിരീകരണവും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കേണ്ടിയിരിക്കുന്നു. പെൺകുട്ടിയിൽ നിന്നുള്ള മൊഴിയെടുപ്പും പെൺകുട്ടിയുടെ അമ്മയിൽ നിന്നുള്ള മൊഴിയെടുപ്പും പൂർത്തിയായി കഴിഞ്ഞാൽ ഏറെക്കുറെ ഇക്കാര്യത്തിലെല്ലാം ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കും. ഒപ്പം തന്നെ പ്രതിയിൽ നിന്നും കൂടുതൽ മൊഴിയെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ആശുപത്രിയിൽ ഇപ്പോൾ പോലീസ് ഉണ്ട് ഇയാളുടെ അടുത്തു തന്നെ. ഇയാളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലുമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. എന്തായാലും തീർത്തും അസാധാരണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തന്നെ നിരന്തരം പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾക്കെതിരെയാണ് പെൺകുട്ടി ഇത്തരത്തിൽ യുവതി രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത്. ശരി ജിതിൻ, ഞാൻ വരാം ജിതിനിലേക്ക്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. 5 വർഷത്തോളമായി ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പറഞ്ഞു. പെൺകുട്ടിയുടെ അമ്മയ്ക്കും സ്വാമിക്കുമെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തതായും കമ്മീഷണർ വ്യക്തമാക്കി. നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു മണി സമയത്താണ് ഈ കുട്ടി പീഡിപ്പിച്ച സമയത്ത് അവിടെയുള്ള കത്തി വെച്ചിട്ട് പ്രൈവറ്റ് പാർട്ട് കട്ട് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ഓടി പോലീസ് സ്റ്റേഷനിൽ വിഷയം അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അതാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. എടുത്ത ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. സംഗതികളെല്ലാം എന്താണ് നടന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ FIR ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിലാവുണ്ട്. FIR കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും 11ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ. ഇപ്പോൾ പോക്സോ കേസ് പിന്നെ റേപ്പ് കേസ് നമ്മളാണ് ഉള്ളത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച സ്വാമി വേദപഠനം പൂർത്തിയാക്കിയത് കൊല്ലം ചവറ പന്മന ആശ്രമത്തിൽ. ചവറ പോലീസ് മഠം അധികൃതരുടെ മൊഴിയെടുത്തു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇയാളെക്കുറിച്ച് ഈ മഠം അധികാരികൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം സ്വദേശിയായ ഹരി എന്ന ഈ സ്വാമി 10 വർഷം മുമ്പാണ് ഈ മഠത്തിൽ കൊല്ലം ചവറ പന്മന ആശ്രമത്തിൽ വേദപഠനം പൂർത്തിയാക്കി പുറത്തേക്ക് പോയത്. അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമാണ് ചവറ പന്മന ആശ്രമവും ഈ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പണം അധികൃതർ ഇന്ന് രാവിലെ ചവറ CIക്ക് നൽകിയിരിക്കുന്ന മൊഴി. അതടിസ്ഥാനത്തിൽ ചവറ പോലീസ് ഇതിന്റെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഏതെങ്കിലും ആശ്രമവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളോ അല്ലെങ്കിൽ മഠവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിപാടികൾ മാത്രം മുഖം കാണിക്കുന്ന വ്യക്തിയാണ്. ഇയാളുമായി മഠത്തിന് മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് മഠാധിപതിയും മഠം അധികൃതരും പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. അതായത് അവിടെ വേദപഠനം പൂർത്തിയാക്കി എന്നതിനപ്പുറത്തേക്ക് മഠവുമായി ഒരു സ്ഥിരമായ ബന്ധം ഇയാൾക്കുണ്ടായിരുന്നില്ല. അവിടെ പഠിച്ചു എന്നൊരു ബന്ധം മാത്രം. മറ്റൊന്ന്, ചിലപ്പോൾ ചില ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ വന്നു പോകുന്ന ഒരാൾ മാത്രം എന്നതാണോ മഠം അധികൃതർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? അതെ, ഇതില് ഈ പന്മന ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികൾ സമാധി ഉൾപ്പെടുന്ന സ്ഥലം കൂടിയാണ് ചവറ പന്മന ആശ്രമം. ഈ ആശ്രമത്തിൽ നിരവധി പേർ ഇതുപോലെ ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് സന്യാസ ജീവിതം സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഇവർ വേദപഠനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് നിരവധി പേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വ്യക്തി മാത്രമാണ് ഇപ്പോൾ ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ സ്വാമി. ഇയാള് ഈ 10 വർഷം മുമ്പാണ് വേദപഠനം പൂർത്തിയാക്കി പോയത്. എറണാകുളം സ്വദേശിയാണെന്ന് മഠം അധികൃതർക്ക് അറിയാം. അതിന്റെ ഫയലുകളും മറ്റ് രേഖകളും എല്ലാം പോലീസിന് കൈമാറും. ഇയാൾ അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ളതിന്റെ വിശദാംശങ്ങളും രേഖകളും രേഖാമൂലം തന്നെ കൈമാറുമെന്ന് മഠം അധികൃതർ പോലീസിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇയാൾ അതുപോലെ തന്നെ ഈ പന്മന ആശ്രമത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചടങ്ങുകൾ നടക്കുമ്പോൾ മാത്രം പല ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ അവിടെ ഒത്തുകൂടാറുണ്ട്. അങ്ങനെ ഒരാൾ മാത്രമാണ് ഇയാൾ. അങ്ങനത്തെ വരവിൽ മാത്രമേ ഈ മഠവുമായി ബന്ധമുള്ളൂ. അല്ലാതെ സ്ഥിരമായി മഠത്തിന്റെ ഏതെങ്കിലും ഔദ്യോഗിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഭാരവാഹിത്വമോ അത്തരം യാതൊരു കാര്യങ്ങളിലോ ഈ സ്വാമിയുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് മഠം അധികൃതർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ചവറ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്താണ് രാജ്കുമാർ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടോ? ഇതിന് ഈ കേസ് തിരുവനന്തപുരത്താണ്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് കൃത്യം നടന്നത് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. ഇയാൾക്ക് ചവറ പന്മന, ഇതിൽ പന്മന ആശ്രമം എന്നൊരു പേര് വന്നതുകൊണ്ട് മാത്രമാണ് കൊല്ലം ചവറ പന്മന ആശ്രമം ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ നേടിയത്. അതുകൊണ്ടാണ് ചവറ പോലീസ് മഠത്തിലെത്തി ഇതിന്റെ വിശദാംശങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൽ ഇയാൾക്ക് സ്വാമിയും ഈ മഠവുമായി മറ്റു ബന്ധങ്ങളൊന്നുമില്ല. ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു വേദപഠന വിദ്യാർത്ഥി, അതിനപ്പുറം ഈ മഠവുമായി അയാൾക്ക് ബന്ധമില്ല എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന വിവരം.
ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ജിതിൻ വീണ്ടും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിതിൻ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അവർ പറയുന്നു, വേദപഠനം പൂർത്തിയാക്കി എന്നതിനപ്പുറത്തേക്ക് മഠവുമായി യാതൊരു ബന്ധവും ഇയാൾക്കില്ല, അവിടെ നിന്ന് പഠിച്ചു പോയ ആൾ മാത്രമാണ്. പക്ഷേ ഇയാൾ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയിലേക്കും ആ കുടുംബത്തിലേക്കും അടുപ്പവുമായി എത്തുന്നതും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ ഒരു ആശ്രമത്തിൽ ഇയാൾ ഇടയ്ക്ക് എത്തുമായിരുന്നു. ആ ആശ്രമം വഴിയുള്ള പരിചയമാണ് പെൺകുട്ടിക്ക് ഈ കുടുംബവുമായുള്ളത് എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി തളർന്ന് കിടക്കുകയാണ്. ഈ തിരുവനന്തപുരത്തെ ഒരു ആശ്രമത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മ എത്തുമായിരുന്നു. അവിടെ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവിടെ നിന്നുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വാമി പിന്നീട് ഇയാളുടെ ചികിത്സയ്ക്കും ഇയാൾക്ക് രോഗമുക്തിക്കായുള്ള പൂജാതി കർമ്മങ്ങളുടെ പേരിലും ഈ കുടുംബത്തിലേക്ക് എത്തുന്നത്. 5 വർഷത്തിന് മുൻപ് തന്നെ ഈ കുടുംബവുമായുള്ള പരിചയവും അന്ന് കുടുംബത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയും 5 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കിയത്. +1 ഈ പെൺകുട്ടി പഠിക്കുന്ന സമയം മുതൽ തന്നെ ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ച് തുടങ്ങിയിരുന്നു എന്നതാണ് വിവരം. അത്തരത്തിൽ ഈ അച്ഛൻ്റെ ചികിത്സയ്ക്ക് എന്ന പേരിൽ എത്തി അമ്മയുമായും പെൺകുട്ടിയുമായും പിന്നീട് ബന്ധം സ്ഥാപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീണ്ടത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പിന്നീട് ഈ വീട്ടിലെ പേട്ടയിലെ ഈ പെൺകുട്ടിയുടെ വീട്ടിലെ ഒരു നിത്യസന്ദർശകനായി ഇയാൾ മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നിരന്തരം 5 വർഷത്തിലേറെയായി ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പെൺകുട്ടി ഒരു നിമിഷം, ഇപ്പോൾ ചിന്താ ജെറോം കൂടി നമ്മുടെ ചേരുന്നുണ്ട്. ശ്രീമതി ചിന്ത, ഒരു പെൺകുട്ടി അവളുടെ പ്രതിരോധത്തിന്റെ കരുത്ത് കാണിച്ചു തന്നു. പക്ഷേ അവിടെ വളരെ ദുഃഖകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ പെൺകുട്ടിയുടെ അമ്മ കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ സംഭവത്തിന്റെ അണിയറ കഥകൾ നടന്നിരുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പോലീസ് അസോസിയേഷന്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ സംസാരിച്ചൊരു കാര്യം, സാധാരണ ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പണ്ട് അവർ ചോദിച്ചിരുന്ന ചോദ്യം അപരിചിതരായിട്ടുള്ള ആരെങ്കിലും വീട്ടിൽ വന്നു പോയിരുന്നോ എന്നാണ്. പക്ഷെ ഇപ്പൊ അവർ മാറ്റി ചോദിക്കേണ്ട അവസ്ഥയാണ്, ആരൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് പുതിയ വാർത്തകൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ഒരു സംഭാഷണം ഞാൻ ഇന്നലെ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ ഈ വാർത്ത കൂടി കേൾക്കുമ്പോൾ സ്വന്തം നമ്മൾ ഏറ്റവും അധികം സുരക്ഷിതം എന്ന് കരുതുന്ന നമ്മുടെ ഇടമാണ് നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ. പക്ഷേ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സംഭവങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനുഷിക മൂല്യങ്ങൾക്കും നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള കാഴ്ചപ്പാടിനകത്തുമൊക്കെ സംഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇത്തരം സംഭവങ്ങൾക്ക് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ചിന്ത പറഞ്ഞതുപോലെ ഏറ്റവും സുരക്ഷിതമായ ഇടമായിരുന്നു നമ്മുടെ വീട്. പക്ഷെ നേരത്തെയൊക്കെ നമ്മൾ നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു ദയനീയാവസ്ഥ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ചില ഇടങ്ങളിലെങ്കിലും നിങ്ങളുടെ ബന്ധക്കാരെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുക എന്നതാണ്. അങ്ങനൊരു ദയനീയാവസ്ഥ തീർച്ചയായും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ കെ ശൈലജ ടീച്ചർ കൂടി, മിനിസ്റ്റർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ പെൺകുട്ടിക്ക് വേണ്ടി? ഇനി ഇതില് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിയമപരമായിട്ടൊക്കെ സംസാരിക്കേണ്ട ഒരു വിഷയമായിട്ട് വരികയാണ്. പക്ഷേ ഇഷ്ടമില്ലാതെ കീഴ്പ്പെടുത്തുക എന്നുള്ളതിന്റെ ആ ഒരു വലിയ വിമ്മിഷ്ടം പെൺകുട്ടികൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പെൺകുട്ടികൾ പ്രതികരിച്ചു പോകുന്നു. അതില് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? എന്നാൽ സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വരുംവരായികകളും കാര്യങ്ങളും നിയമപരമായിട്ടാണ്. പക്ഷെ സ്വയം രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള പെൺകുട്ടിക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് യാതൊരു സംശയവും ഇല്ല. അവനവൻ ഇഷ്ടമില്ലാതെ ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ ഒരു ബുദ്ധിമുട്ട് മനുഷ്യന് സഹിക്കാനുണ്ടോ? അപ്പോ അവിടെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടി പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്ക് അതിനെ ന്യായീകരിക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ളതാണ്. ശൈലജ ടീച്ചർ, ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് അതിന്റെ നിയമപരമായ മുന്നോട്ടുള്ള വശങ്ങളെ കുറിച്ച് വലിയ ധാരണകൾ ഉണ്ടാവില്ല. സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും ആ കുട്ടിക്ക് നിയമസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസമുണ്ട്. ഒറ്റപ്പെട്ട് ഞാൻ സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ്. അപ്പോ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, അവരെയെല്ലാം നിയമപരമായിട്ട് ഞാൻ ആ കാര്യം പരിശോധിക്കും. എന്തൊക്കെയാണ് ആ കുട്ടിക്ക് സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുക, എല്ലാ സഹായവും സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടിക്ക് ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ശൈലജ ടീച്ചർ, ഒരു കാര്യം തിരക്കൊണ്ടെന്നറിയാം, ഒരുപക്ഷെ ആ കുട്ടിക്ക് അതിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. അമ്മയുടെ ഒത്താശയോട് കൂടിയായിരുന്നു ഈ സംഭവം നടന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏത് തരത്തിലുള്ള സംരക്ഷണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും? അതെ, ഞാനിപ്പോ കണ്ണൂരാണുള്ളത്. എനിക്ക് ആ കുട്ടിയെ പെട്ടെന്ന് പോയി കാണാനോ സാധിക്കുന്നില്ല ഇന്നും നാളെയായിട്ട്.
പക്ഷേ ഞാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് ആ കാര്യം വിശദമായിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ പിന്നെ അതിന്റെ എന്താണ് കുട്ടിയുടെ മാനസികാവസ്ഥ, അതെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഞാൻ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ഈ കാര്യം ഇപ്പൊ തന്നെ പിന്നെ ആലോചിക്കുന്നതാണ്. അവരെ കുട്ടിയുമായിട്ടും പിന്നെ മറ്റും ബന്ധപ്പെടാൻ പറയുന്നതാണ്. അതുകൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ആ കുട്ടിയെ സംരക്ഷിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാവും. ശരി ടീച്ചർ, വളരെയധികം നന്ദി. മിനിസ്റ്റർ ഞങ്ങളുടെ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ചിന്ത വീണ്ടും ചേരുന്നുണ്ട്. ചിന്ത, നമ്മൾ പറഞ്ഞു വെച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിച്ച് നടക്കുക എന്ന ഉപദേശമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്തും വീടിനകത്തും നിങ്ങൾ സുരക്ഷിതരല്ല, എവിടെയും നിങ്ങൾ കരുതിയിരിക്കണം എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഗതികേടെന്നുള്ള വാക്ക് തന്നെയാണ് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച വീട് പോലും സുരക്ഷിതമല്ലാതായിരിക്കുന്നു എന്നുള്ളത് സാമാന്യവൽക്കരിച്ച് നാം കാണേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിൽ കൂടി വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കുറവല്ലാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. പിന്നെ ഏത് ഇടത്തിലാണ് പെണ്ണ് സുരക്ഷിതയായി ഇരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ പ്രതികരണത്തിന്റെ ഒരു പുതിയ മുഖമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കണം, സ്ത്രീകൾ സെൽഫ് ഡിഫൻസ് ഒക്കെ പഠിച്ച് മുന്നോട്ട് വരണം എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി ഇവിടെ അവളുടെ കരുത്ത് കാണിച്ചിരിക്കുകയാണ്. ബഹുമാന്യായ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഷ്ടമല്ലാതെ കീഴ്പ്പെടുത്താൻ വരുന്നവന്റെ അടുത്ത് ഏത് തരത്തിലും പ്രതികരണത്തിന് അങ്ങ് അറ്റം വരെ എത്താൻ ഒരു പെണ്ണിന് കഴിയും എന്ന് ആ പെൺകുട്ടി തെളിയിച്ചു. പക്ഷെ നിയമപരമായ ഒരുപാട് പ്രതിസന്ധികൾ ആ പെൺകുട്ടി ഇപ്പോൾ നേരിടുന്നുണ്ട്. തീർച്ചയായും ഒരു പെൺകുട്ടി ഇത്തരം ഒരു സന്ദർഭത്തിൽ അവൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കരുത്ത് പകരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ യുവജന കമ്മീഷന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടാകും. ഞങ്ങൾ ആ പെൺകുട്ടിക്ക് ധാർമ്മികമായിട്ടുള്ള മാനസികമായിട്ടുള്ള കരുത്ത് നൽകുന്നതിന് ആവശ്യമായ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, അമ്മ കൂട്ടുനിൽക്കുന്നു, അടുത്ത ബന്ധുക്കൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഞെട്ടലോടുകൂടി തന്നെയാണ് കാണേണ്ടത്. എവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? ഒരു തുറിച്ചുനോട്ടത്തിലൂടെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളുടെ കൃത്യമായ ഇടപെടലുകളിലൂടെ സുരക്ഷിതയാക്കി നിർത്തേണ്ട വിഭാഗങ്ങളെ അവരെ അരക്ഷിതമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾ തന്നെ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ, സ്ത്രീകൾ തന്നെ, അമ്മ തന്നെ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സംഭവിച്ചു പോയിരിക്കുന്ന സാംസ്കാരികപരമായിട്ടുള്ള അധപ്പതനം തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. ശരി, വളരെയധികം നന്ദി ശ്രീമതി ചിന്ത ജെറോം. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ ഗൗരവതരമായ ഒരു വാർത്തയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ലൈംഗിക പീഡനം തടയാൻ പെൺകുട്ടി സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റി. കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമിയാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിക്ക് ഒത്താശ നൽകിയ പെൺകുട്ടിയുടെ അമ്മയെയും കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും സങ്കടം ഉണർത്തുന്ന കാര്യം. എന്തായാലും ഇരുവർക്കുമെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുമുണ്ട്. ജിതിൻ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ജിതിൻ, ഇപ്പോൾ ഈ സ്വാമി പറഞ്ഞതായിട്ടൊരു വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് ഇത് പെൺകുട്ടി ഉപദ്രവിച്ചതല്ല, താൻ സ്വയം ഇത്തരത്തിൽ മുറിവേൽപ്പിച്ചതാണ് എന്ന് ഇയാൾ പറഞ്ഞതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ഒരു ദുർബലമായ പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് പോലീസ് ഇത് കണക്കിലെടുത്തിട്ടുണ്ടോ? ഇത് സ്വാമി ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഡോക്ടർമാരോടും ഒപ്പം പിന്നീട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിനോടും ഹരിസ്വാമി പറഞ്ഞിരിക്കുന്നത് താൻ തന്നെയാണ് ഈ കൃത്യം ചെയ്തത് എന്നാണ്. ഇത് പോലീസ് ഒട്ടും മുഖവിലയ്ക്കോ വിശ്വാസത്തിലോ എടുത്തിട്ടില്ല. കാരണം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലൊന്നും സംഭവങ്ങൾ, പീഡനം ഒന്നും നടന്നിട്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇത്തരത്തിൽ മൊഴി നൽകിയത് എന്നതാണ് പോലീസിൽ നിലവിൽ എത്തിയിരിക്കുന്ന നിഗമനം. താൻ തന്നെ ഈ കൃത്യം ചെയ്തു എന്ന് പോലീസിനോട് പ്രാഥമിക ചോദ്യം ചെയ്യലിലെ ആദ്യഘട്ടത്തിൽ തന്നെ അയാൾ പറഞ്ഞു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വയം പ്രതിരോധത്തിന് വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നതാണ് പോലീസ് തന്നെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ നിരന്തരം പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നത് പെൺകുട്ടി പല ആവർത്തി മൊഴിയെടുക്കലിൽ പോലീസിന് മുന്നിൽ വ്യക്തമാക്കിയതാണ്. +1 മുതൽ തന്നെ ഇയാൾ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടറിഞ്ഞിട്ടേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന്. ഇതിപ്പോൾ നമ്മുടെ തൊട്ടുമുന്നിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നു. സ്വന്തം അമ്മയുടെ കൂടി അറിവോടെ ഒരു കപട സന്യാസി, അയാൾ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അതിനുള്ള മറുപടി അവൾ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അല്ലെ, സന്യാസി എന്നുള്ള വാക്ക് പോലും, പദം പോലും ചേർത്ത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ കാഷായത്തിന്റെ സർവസംഘ പരിത്യാഗത്തിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണല്ലോ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക്
ആ വ്യക്തി എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, സ്ത്രീകൾ, പെൺകുട്ടികൾ അവരുടെ ജീവൻ ഇതൊരു മരണം തന്നെയാണ്. ജീവിച്ചിരിക്കെ പീഡിപ്പിക്കുക, നിരന്തരം പീഡിപ്പിക്കുക, അവളെ ശാരീരികമായും മാനസികമായും കൊല്ലുന്നതിന് തുല്യമാണത്. അപ്പോ അങ്ങനെയുള്ള സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാകും എന്നുള്ളത് അത് കേരളത്തിലായാലും സംഭവിക്കും എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിന്റെ മുഴുവൻ വശങ്ങളെ കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിന് അറിവ് കിട്ടേണ്ടതാണ് എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ മാനസികമായി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വന്നത് തന്നെ വളരെ ലജ്ജാകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ കൂട്ടത്തിൽ ഞാൻ ഒരു വാക്കുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒട്ടനവധി പീഡന കേസുകൾ അരങ്ങേറിയിട്ടുള്ള ഒരു നാടാണ്. അത് ഐസ്ക്രീം പാർലർ കേസാകട്ടെ, അല്ലെങ്കിൽ കോതമംഗലമാകട്ടെ, വിതുരയാകട്ടെ, കിളിരൂർ കേസാകട്ടെ, നിരവധി കേസുകളിൽ നിരവധി പെൺകുട്ടികളുടെ ജീവിതം അവർ ജീവിച്ചിരിക്കെ അവരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തലായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ഷമിക്കാനും സഹിക്കാനും ഒരു പരിധി കവിയുമ്പോ എന്താണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ ഉണ്ടാകുക എന്നത് കൂടി ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ശ്രീ ശോഭാ സുരേന്ദ്രൻ, അവിടെ വളരെ ഗൗരവതരമായ അല്ലെങ്കിൽ വളരെ താങ്കൾ ആ പറഞ്ഞ വാക്ക് ലജ്ജിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അമ്മയുടെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ അറിവോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സ്വന്തം അമ്മയുടെ അടുത്തല്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മുടെ മക്കൾക്ക് നീതി കിട്ടുക? തീർച്ചയാണ്. കാരണം കേരളത്തിന്റെ നോക്കൂ, നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വൈദേശിക സംസ്കാരത്തിൽ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് വില കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ സംസ്കൃതിയെ നോക്കിക്കാണുന്ന വൈദേശിക ലോകത്തെ കുറിച്ച് വലിയ വലിയ സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു കാലാംശത്തിലാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അമ്മ എന്നുള്ള ഒരു വാക്കിന് അതിന് വളരെയധികം പവിത്രതയുണ്ടെന്നും പരിഭാവനതയുണ്ടെന്നും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ സ്വന്തം അമ്മ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പോലും പെൺകുട്ടിക്ക് സുരക്ഷിതത്വം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇതിനു മുൻപും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പിഞ്ചു കുട്ടികളെ നോക്കൂ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന പിഞ്ചു കുട്ടികളുടെ കേസുകൾ നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് അന്നൊക്കെ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളെ നമുക്ക് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം സ്ത്രീ പീഡനങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്താൽ കാണാൻ സാധിക്കും, മീഡിയേറ്റർമാരായിട്ട് ചില സ്ത്രീത്വത്തിന് അപമാനമായിട്ടുള്ള ചില സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതൊരു കേസ് നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് ചില കേസുകളിലെങ്കിലും അത് കാണാൻ സാധിക്കും. അതിനൊക്കെ ഒരു മാറ്റം. ഇനി ആ അമ്മ ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ടാണ് ഈ മകൾക്ക് ഈ ഒരു ദുർഗതി വന്നതെങ്കിൽ എന്തിനാണ് ആ അമ്മ ഇനി പൊതുസമൂഹത്തിന്റെ മുന്നിൽ, അവർക്ക് എങ്ങനെയാണ് പൊതുസമൂഹത്തെ നോക്കാൻ സാധിക്കുക, പൊതുസമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് അവർക്ക് അമ്മ എന്നുള്ള പേരിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതും വളരെ വലിയ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ നമ്മൾ എവിടെയാണ് ഈ തിരുത്തൽ പ്രക്രിയ ആരംഭിക്കേണ്ടത്? അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണോ തുടങ്ങേണ്ടത്? തീർച്ചയായിട്ടും. എത്രയോ ചർച്ചകളിൽ എപ്പോഴും ഞാനത് പറയുന്ന സമയത്ത് എന്നെ പിന്തിരിപ്പനായിട്ട് കണ്ട ആളുകളുമുണ്ട്. ഞാൻ പറയാറുണ്ടായിരുന്നു, അതായത് ഞാൻ മാത്രമല്ല, നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടാ? എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നത്? ആ വ്യക്തിക്ക് കൂടുതൽ മൂല്യമുണ്ടാകുമ്പോഴാണ്. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ വ്യക്തിക്ക് മൂല്യമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ ചർച്ചയെ നയിച്ചുകൂടാ എന്നുകൂടി ഈ അവസരത്തിൽ തോന്നുകയാണ്. ശരി, നന്ദി ശ്രീ ശോഭാ സുരേന്ദ്രന്റെ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും വിഷയം തന്നെയാണ്. തിരുവനന്തപുരത്ത് ലൈംഗിക പീഡനം തടയാൻ പെൺകുട്ടി സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റി. കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമിയാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിക്ക് ഒത്താശ നൽകിയത് പെൺകുട്ടിയുടെ അമ്മയായിരുന്നു. ഇവരെയും കസ്റ്റഡിയിലെടുത്തു. ഇരുവർക്കുമെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. അതേസമയം ഈ ആശുപത്രിയിൽ കഴിയുന്ന ഈ സ്വാമിയുടെ നിലവിലത്തെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇപ്പോൾ ശ്രീ ധന്യാരാമൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ധന്യ, പെൺകുട്ടികൾക്ക് അവരുടെ കുടുംബത്തിലും രക്ഷയില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്നത്. എന്തു ചെയ്യാൻ കഴിയും നമ്മുടെ സഹോദരിമാർക്കും കുട്ടികൾക്കുമൊക്കെ? അതായത് കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടെ നടന്നിട്ടുള്ള ബലാത്സംഗ കേസുകളിൽ 18 എണ്ണത്തിലാണ് അവരുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അമ്മയ്ക്കെങ്കിലും പൂർണ്ണ പങ്കുള്ളതായിട്ട് വ്യക്തമായിട്ടുള്ളത്. ഇപ്പൊ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് ആ കുട്ടിക്ക് വീട്ടുകാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും കിട്ടിയിരുന്നില്ല. അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടിയെ
അതിക്രൂരമായി വീട്ടിൽ വന്ന് അയാൾ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടി ആദ്യമൊക്കെ പ്രതികരിച്ചെങ്കിലും പിന്നെ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയി. ആ തകർന്നു പോയ അതിന്ന് അവൾ ഒരു തീരുമാനത്തിലെത്തിയതാണ് ഇയാളെ ഇത്തരത്തിൽ ശിക്ഷിക്കണം എന്നുള്ളത്. ഇപ്പോ അവൾ അത് ചെയ്തതിനു ശേഷം അയാളെ ഈ ലിംഗഛേദം നടത്തിയതിനു ശേഷം ആ പെൺകുട്ടി, ഞാൻ ഇപ്പൊ കമ്മീഷണറോട് സംസാരിച്ചതേ ഉള്ളൂ, അവൾക്ക് വേണ്ട എല്ലാ മാനസിക പിന്തുണയും എന്ത് സപ്പോർട്ടും കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. അപ്പോ കമ്മീഷണർ പറഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തുന്നു, അവൾ വളരെ ബോൾഡായിട്ട് ഒരു ഉരുക്കു സ്ത്രീയെ പോലെയാണ് ആ പെൺകുട്ടി ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോ അത് അനുഭവിച്ച് ആ കുട്ടി അങ്ങേ അറ്റെത്തി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവൾ ഇത് ചെയ്തത്. പിന്നീട് അവൾ ഇനി എന്ത് വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാനസിക അനുഭവിച്ച സാഹചര്യങ്ങളുടെ തീക്ഷ്ണതയായിരിക്കാം ഒരുപക്ഷെ ധന്യ അവരെ ആ പെൺകുട്ടിയെ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പം വെറുതെ ഒന്ന് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും നമ്മളൊന്ന് തട്ടി നോക്കട്ടെ, തട്ടുമ്പോൾ തന്നെ നമ്മൾ ആകെ ഇറിറ്റേറ്റഡ് ആവും. ഞാൻ ഒരുപാട് റേപ്പ് കേസിൽ ഏകദേശം 937 റേപ്പ് കേസ് നമ്മൾ 2011 തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 80% വിക്ടിംസ് നേരിട്ട് അവരോട് ഇപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുതിർന്നവർക്കായാലും പെട്ടെന്നൊന്നും അതങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിലേൽക്കുന്ന ഒരു മുറിവാണ്. അത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ആ നിമിഷം നമ്മൾ ആക്രമിക്കപ്പെട്ട ആ നിമിഷം ഇങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഓരോ നിമിഷവും. അത് നമ്മുടെ മാനസിക വളർച്ചയ്ക്കും എല്ലാത്തിനും വളരെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുറിവായിട്ട് അത് എപ്പോഴും ശേഷിക്കും. എത്ര കൗൺസിലിംഗ് കൊടുത്താലും ഈ ഒരു ഓർമ്മ അവരെ ഇടയ്ക്കിടയ്ക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഈ പെൺകുട്ടിക്കും സംഭവിച്ചത്. അവള് ആദ്യമൊക്കെ ഒരുപാട് പ്രതികരിക്കാൻ വേണ്ടി അമ്മയുടെ പിന്തുണ തന്നെയാണ് അവള് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു സ്വാമിയല്ലേ അയാള്, ഒരു ദൈവിക പരിവേഷമുള്ള ഒരാളാണെന്നൊക്കെ കരുതി ഈ അമ്മ സ്വാമിക്ക് പിന്തുണ നൽകിയായിരുന്നു. എനിക്കൊന്ന് അമ്മയോടുള്ള അടുപ്പം കൂടി ഇയാൾ മുതലാക്കിയാണ് പെൺകുട്ടിയെ ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അവിടെ അതാണ് ഈ ധന്യ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. കാരണം ഈ എല്ലാവർക്കും ആശ്രയം അമ്മയാണ്. പക്ഷെ ഇവിടെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഈ കുട്ടിയെ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് നയിക്കാൻ കാരണക്കാരിയായതിൽ ഒരു പങ്ക് ഈ അമ്മയ്ക്ക് കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരം. നേരത്തെ ധന്യ പറഞ്ഞതുപോലെ ഈ 18ഓളം കേസുകളിൽ ഇത്തരത്തിൽ മാതാപിതാക്കൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ സമൂഹം എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥയുടെ കൂടി ഒരു വലിയ ഉദാഹരണമാണ് ആ സംഭവം. അതെ, ഞാൻ പറഞ്ഞത് ഈ അമ്മമാരെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഒട്ടും സാമൂഹ്യ സാമ്പത്തിക മാറ്റം വരാത്ത അമ്മ, ഒന്ന് മറ്റേ അമ്മ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ജീവിക്കുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള സാമൂഹ്യ മാറ്റവും സാമ്പത്തിക മാറ്റവും സംഭവിച്ചവരും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്നത്. ഇപ്പൊ വാളയാർ കേസിലെ ആ മൂത്ത കുട്ടിയെ ആ വീട്ടിൽ വന്ന് റേപ്പ് ചെയ്തിട്ട് പോകുന്നത് അമ്മ കണ്ടിരുന്നു. അവർക്കത് ആദ്യമേ ശക്തമായി തടയാമായിരുന്നു. പക്ഷെ അവർക്ക് അതിനുള്ള കെൽപ്പില്ലാതെ പോയി. അത് ഒരു വീക്ക് ആയിട്ടുള്ള ഒരു അമ്മയാണ് കാണിക്കുന്നത്. അവർക്ക് ജീവിക്കാനായിട്ട് അവർക്ക് അത്ര ബോൾഡ് ആയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞാൽ അയാൾ വരില്ല എന്ന് ഒരു പ്രാവശ്യം വിലക്കിയതിനു ശേഷം പിന്നെ അയാൾ പല പ്രാവശ്യം വീട്ടിൽ വന്ന കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുണ്ടായി. പക്ഷെ ഈ പേട്ടയിലെ അമ്മ എന്ന് പറയുന്നത് അവരൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളുണ്ട്, അവർക്ക് അയൽപക്കക്കാരായിട്ടൊക്കെ ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരു അമ്മ സ്വന്തം മകളെ ഇതുപോലെ ശരിക്കും ഇത് കൂട്ടിക്കൊടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു അമ്മയുടെ സമ്മതത്തോടു കൂടി ഒരു പെൺകുട്ടിയെ ഒരു സ്വാമിക്ക് കൂട്ടിക്കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി ധന്യ രാമൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും പൊതുസമൂഹത്തിന്റെ ഒരു ശബ്ദം കൂടിയാണ് ധന്യയെ പോലുള്ളവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന. വലിയൊരു പിന്തുണയുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു. ധീരമായ കൃത്യമാണ് പെൺകുട്ടി നടത്തിയതെന്ന് മുഖ്യമന്ത്രി സർക്കാരിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പൊതുസമൂഹം ഒന്നടങ്കം ആ പെൺകുട്ടിക്ക് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ ഈ സംഭവം പുറത്തറിഞ്ഞതിന് ശേഷം എല്ലാ അത് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവരൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഏതായാലും ആ പെൺകുട്ടിയെ കേരളം സംരക്ഷിക്കുമെന്ന ശുഭമായ വാർത്തകൾ തന്നെയാണ് നമുക്ക് വരുന്നത്. മറ്റൊരു ഈ സ്വാമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഈ സ്വാമി ഗണേശാനന്ദ തീർത്ഥപാത കോട്ടയം വാഴൂർ ആശ്രമത്തിലും സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാണ് സൂചനകൾ വരുന്നത്. പ്രശാന്ത് കോട്ടയത്ത് നിന്ന് നൽകും. പ്രശാന്ത്, ഇതുമായി ബന്ധപ്പെട്ട് വാഴൂരിലെ മഠം അധികാരികൾ പറയുന്ന കാര്യം എന്താണ്? മനു, ഗണേശാനന്ദ തീർത്ഥപാതയെ കുറിച്ച് നമ്മൾ വാഴൂരിലെ ആശ്രമത്തിൽ അന്വേഷിച്ചു. ഫോൺ വഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആശ്രമാധികൃതരോട് കാര്യങ്ങൾ തിരക്കിയത്. കോട്ടയം ജില്ലയിലെ വാഴൂർ കേന്ദ്രീകരിച്ചുള്ള ആശ്രമത്തിൽ ഇദ്ദേഹം സന്ദർശകനായിരുന്നു. എന്നാൽ മിക്കവാറും ഇവിടെ എത്താറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഏറ്റവും ഒടുവിൽ എത്തിയ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്നാണ് ആശ്രമം സന്ദർശിച്ചെന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഓർമ്മയില്ല എന്നാണ് ആശ്രമ അധികൃതർ നമ്മളോട് പ്രതികരിച്ചത്. മിക്കവാറും എന്നാലും ഇവിടുത്തെ മിക്ക കാര്യങ്ങളിലും പങ്കെടുക്കാൻ അദ്ദേഹം എത്തും എന്ന് തന്നെ ആശ്രമ അധികൃതർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇതിന്റെ പിന്നിൽ ഹിഡൻ അജണ്ട ഉണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണവും അവരുടെ ഭാഗത്ത് നടത്തുകയുണ്ടായി. സ്വാമിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ
അത്രയ്ക്ക് അറിയില്ല എന്ന രീതിയിലൊക്കെ തുടക്കത്തിൽ നമ്മളോട് സംസാരിച്ചുവെങ്കിലും പിന്നീട് ഇതിന്റെ പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ട് എന്ന തരത്തിലേക്കാണ് ആസ്വാദകർ നിലവിൽ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. പിന്നീട് മിക്ക സമരങ്ങളുടെ മുഖത്തെല്ലാം തന്നെ BJP-യുമായി ബന്ധമുള്ള നേതാക്കളുമായും എല്ലാം ബന്ധപ്പെട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ കൂടി ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആറന്മുള അടക്കമുള്ള സമര രംഗങ്ങളിൽ BJP-യോട് ചേർന്ന് പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷനോട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനോടൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ ഹിഡൻ അജണ്ട എന്ന് ഈ അധികൃതർ മഠം അധികാരികൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ പ്രശാന്ത്? കൃത്യമായും ഇതേക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൂടുതലൊന്നും അറിയില്ല, പക്ഷേ ഹിഡൻ അജണ്ടയുണ്ട് എന്ന് ആ വാക്കുകളിൽ മാത്രം പിടിച്ചു തൂങ്ങി അവർ അവരുടെ സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു. ഫോൺ ബന്ധം നമ്മളോട് സംസാരിച്ച് കട്ട് ചെയ്യുകയായിരുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത്. തുടക്കത്തിലെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം ഇത്തരക്കാരനല്ല എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഒടുവിൽ ഇവിടെ എത്തുന്നുണ്ട്, ഈ ആശ്രമത്തിൽ വരുന്നുണ്ട് എന്ന് അവർ സമ്മതിച്ചിട്ടുമുണ്ട്. ശരി, പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കോട്ടയത്തെ വാഴൂരിലെ ആശ്രമത്തിലും ഇയാൾ എത്താറുണ്ടായിരുന്നു എന്നാണ്. ആദ്യം വാഴൂരിലെ മഠം അവർ നമ്മളോട് ഈ സംസാരിക്കാൻ തയ്യാറായില്ല, എന്നാൽ പിന്നീട് സംസാരിച്ചു. എന്നാൽ ചില ഹിഡൻ അജണ്ടകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന തരത്തിൽ ആണ് അവരുടെ ഭാഗത്തുനിന്ന് അവസാനമായിട്ടൊരു പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ അതിലൊരു വ്യക്തത വരുത്താൻ അവർ ഏതായാലും തയ്യാറായിട്ടുമില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി മെട്രോ വിഷയത്തിൽ വിവാദങ്ങളൊന്നും വേണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ സമയത്തിനായി കാത്തിരിക്കുന്നു. പ്രധാനമന്ത്രി അസൗകര്യം അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാറുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു. ഞാൻ പത്രസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഡേറ്റ് കിട്ടിയാൽ മെട്രോയുടെ ഉദ്ഘാടനം നടത്താനായിട്ട് സാധിക്കും. ആവർത്തിച്ചുള്ള ചോദ്യത്തിനൊരു മറുപടി പറയുകയായിരുന്നു. ആവർത്തിച്ച് പത്രക്കാരുടെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നു, പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിലൊന്നുമില്ല, വരുന്ന കുറച്ച് ദിവസം തുടർച്ചയായിട്ടുണ്ടാവില്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് പറയാനുള്ള മറുപടി അത് തന്നെയാണ്. പ്രധാനമന്ത്രി വരില്ല എന്ന് ഉറപ്പായാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കർത്തവ്യം നിർവഹിക്കും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഞാൻ ഇന്നലെയും പറഞ്ഞു. അതിനകത്തൊരു ആശങ്കയും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇവിടെ ദക്ഷിണേന്ത്യയിലെ മിക്കവാറുമുള്ള എല്ലാ മെട്രോകളും ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രിമാർ തന്നെയാണ്, കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിലെ ഒരു മെട്രോ ഉദ്ഘാടനം ചെയ്തത് കർണാടക മുഖ്യമന്ത്രിയാണ്. CK വിനീതിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് മന്ത്രി AC മൊയ്തീൻ. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജോലി നൽകും. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതായും മന്ത്രി പറഞ്ഞു. അത് ഞങ്ങൾ ആലോചിക്കും. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം വരട്ടെ. ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. തിരുത്തി അവർക്ക് തയ്യാറാവുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സംസ്ഥാന സർവീസിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ജോലി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ആവശ്യമായ തീരുമാനമെടുക്കും. ആ കാര്യത്തിൽ പോസിറ്റീവായ സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുക. കേന്ദ്രമന്ത്രിയുമായിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. തിങ്കളാഴ്ച അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട്. കത്തയക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. തിങ്കളാഴ്ച നേരിട്ട് സംസാരിക്കും. മലയോര ജനതയുടെ ചിരകാല സ്വപ്നങ്ങൾക്ക് LDF സർക്കാരിന്റെ കൈത്താങ്ങ്. കട്ടപ്പനയിൽ ഉപാധിരഹിത പട്ടയം മുഖ്യമന്ത്രി വിതരണം ചെയ്യും. 2010 വരെയുള്ള അപേക്ഷകൾ പരിഗണിച്ച് 5500 പേർക്കാണ് പട്ടയം വിതരണം ചെയ്യുക. മറ്റുള്ളവർക്ക് പരിശോധനകൾക്ക് ശേഷം 1 മാസത്തിനകം പട്ടയം ലഭ്യമാക്കും. സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കട്ടപ്പനയിൽ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. 8590 അപേക്ഷകരിൽ നിന്നും 5500-ലധികം പട്ടയങ്ങളാണ് വിതരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. 1993 ചട്ടപ്രകാരം 3480 പട്ടയങ്ങളും 1964 ചട്ടപ്രകാരം 2010 പട്ടയങ്ങളുമാകും വിതരണം ചെയ്യുക. പട്ടയമേളയ്ക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ പട്ടയമേളയിൽ 5300-ലധികം പട്ടയങ്ങളാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതിൽ 3000-ലധികം പട്ടയങ്ങൾ 3300-ലധികം പട്ടയങ്ങൾ 93 റൂൾസ് പ്രകാരം 1/1/1977 മുമ്പ് കുടിയേറിയ ആളുകൾക്കുള്ള പട്ടയമായിട്ടാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള 2000-ഓളം പട്ടയങ്ങൾ 1964 റൂൾസ് പ്രകാരം പീരുമേട് ഭാഗത്തും പെരിഞ്ഞാങ്കുട്ടി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്തെ ഭാഗത്തുമാണ് കൊടുക്കുന്നത്. ഇത് ജില്ലയിൽ പട്ടയം കൊടുക്കുന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും നമുക്ക് 10,000-കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനുണ്ട്. 2010 വരെയുള്ള അപേക്ഷകൾ പരിഗണിച്ച് സംയുക്ത പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് പട്ടയത്തിന് അർഹരായവരെ കണ്ടെത്തിയിട്ടുള്ളത്. താലൂക്ക് അടിസ്ഥാനത്തിൽ നെടുങ്കണ്ടം 2500, മുരിക്കാശ്ശേരി 500, പീരുമേട് 400, ഇടുക്കി 1000, കരിമണ്ണൂരിൽ 350 എന്നിങ്ങനെയാകും പട്ടയം വിതരണം നടക്കുക. അപേക്ഷിച്ച ബാക്കിയുള്ളവർക്ക് പരിശോധനകൾക്ക് ശേഷം 1 മാസത്തിനുള്ളിൽ പട്ടയം വിതരണം ചെയ്യും. ഇടതു സർക്കാർ അധികാരത്തിൽ എത്തിയാൽ ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്യുമെന്ന വാഗ്ദാനമാണ് നാളെ യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിനായി സംസ്ഥാനം പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് ഒരു മാസമായിട്ടും മറുപടിയില്ല. ഏപ്രിൽ 11-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചത്. കത്തിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് കഴിഞ്ഞ മാസം 11-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് സംസ്ഥാനത്തിന്റെ താൽപര്യമെന്ന് വ്യക്തമാക്കിയായിരുന്നു കത്ത്. മെയ് 2ാം പകുതിയിൽ പ്രധാനമന്ത്രിക്ക് സൗകര്യമുള്ള ഒരു ദിവസം ഉദ്ഘാടനത്തിനായി എത്തണമെന്നാണ് കത്തിൽ അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ മെയ് 2ാം പകുതിയായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കത്തിന് മറുപടി നൽകിയിട്ടില്ല. അതിനാൽ ഉദ്ഘാടന തീയതിയും തീരുമാനിക്കാനായില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതോ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ 30-ന് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയൊരു തീയതി നിശ്ചയിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ തീയതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇല്ല എന്ന് പറയണം, വേറെ അന്നേരം ആലോചിക്കും. ഇപ്പോൾ ഒരു തീയതിയും ആലോചിച്ചിട്ടില്ല. കേന്ദ്ര നഗരവികസന മന്ത്രിയെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് സംസ്ഥാനം കത്തയച്ചിരുന്നു. ഈ കത്തിനും മറുപടി ലഭിച്ചിട്ടില്ല. ചെന്നൈ മെട്രോയുടെ 3 ഘട്ടവും ബാംഗ്ലൂർ മെട്രോയും അവിടുത്തെ മുഖ്യമന്ത്രിമാരാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ മെട്രോ കുതിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടും ഉദ്ഘാടനത്തിനായി കേരളം പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടും വരൾച്ചയിൽ വയനാടൻ കാടുകളിൽ ഇക്കൊല്ലം ചെരിഞ്ഞത് 18 കാട്ടാനകൾ. ബന്ദിപ്പൂർ, മുതുമല വനമേഖലകളിൽ കൂടി ഉൾപ്പെടുത്തിയാൽ മരണപ്പെട്ട കാട്ടാനകളുടെ എണ്ണം 38 ആകും. വനത്തിലെ വരൾച്ചയ്ക്ക് പരിഹാരമായി വനംവകുപ്പ് 7.20 ലക്ഷം ലിറ്റർ വെള്ളം കുളങ്ങളിലും മറ്റും നിറച്ചുവെങ്കിലും ഇതെല്ലാം ഭാഗികമായേ ഗുണം ചെയ്തുള്ളൂ. വയനാട് വന്യജീവി സങ്കേതത്തിലും നോർത്ത് വയനാട്, സൗത്ത് വയനാട് ഡിവിഷനുകളിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ 5 റേഞ്ചുകളിലുമാണ് കണക്കെടുപ്പ്. ഇതിന്റെ ഭാഗമായി കണക്കെടുപ്പ് നിരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ പ്രൊജക്ട് എലിഫന്റ് ഡയറക്ടർ R ശ്രീവാസ്തവ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ റോയ് P തോമസ് എന്നിവർ വയനാട് വന്യജീവി സങ്കേതത്തിലെത്തി. This exercise is already over. Field exercise is over for the northeastern India. For the eastern India also it is over. So, and this is the southern. This is in progress, and I think next week, that is 23 to 27, we will be conducting for northern India, and then we will collect the figures and work out. Maybe by July or August we should be able to come up with a result and bring our report. ഓരോ ഡിവിഷനിലും അതത് DFOമാർക്കാണ് കണക്കെടുപ്പിന് ചുമതല. കാടുകളെ വിവിധ ബ്ലോക്കുകളാക്കി തിരിച്ച് ഓരോ ബ്ലോക്കിലും 3 പേരടങ്ങിയ സംഘമാണ് കണക്കെടുപ്പ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. അഹല്യ ദേശീയ നൃത്തോത്സവത്തിന് പാലക്കാട് വാളയാർ അഹല്യ ക്യാമ്പസിൽ തുടക്കമായി. മുദ്ര നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ P മേരിക്കുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജർ പത്മശ്രീ കൃഷ്ണകുമാർ, IIT പാലക്കാട് ഡയറക്ടർ PB സുനിൽകുമാർ, അഹല്യ മാനേജിംഗ് ട്രസ്റ്റി അജിത് പ്രസാദ്, ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ RVK വർമ്മ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടൻ വിനീതും സംഘവും അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ നൃത്തം അരങ്ങേറി. 9 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളായ ശോഭന, ആശാ ശരത്ത് തുടങ്ങിയ നിരവധി പ്രമുഖ നർത്തകർ പരിപാടികൾ അവതരിപ്പിക്കും.